ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഫയലിനെ റീനെയിം ചെയ്യണം. അതായത് ഇപ്പോൾ ടെക്സ്റ്റ് ഡോട്ട് ടി എക്സ് എന്നുള്ളതിനെ നമുക്ക് ഫയൽ ഡോട്ട് ടി എക്സ് എന്ന് മാറ്റണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ MV എന്നുള്ളതൊരു കമാൻഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓൾറെഡി ഉള്ള പേര് കൊടുക്കുക, സ്പേസ് നമ്മൾ ഫയൽ എന്നുള്ള പേര് കൊടുക്കുക. അതായത് MV സ്പേസ് ടെക്സ്റ്റ് ഡോട്ട് TXT സ്പേസ് ഫയൽ ഡോട്ട് TXT എന്ന് കൊടുക്കുക. ഇനി എൻ്റർ അടിച്ചിട്ട് LS അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയലിൻ്റെ പേര് മാറിയിട്ട് കാണാൻ പറ്റും. ഇനി ഒരു ഫയലിനെ സിബ് ആക്കണം, അല്ലെങ്കിൽ 2 ഫോൾഡറിനെ നമുക്ക് സിബ് ഫയൽ ആക്കണം. അതിനുവേണ്ടി നമുക്ക് സിബ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. പാക്കേജ് ഇൻസ്റ്റാൾ സിബ് എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചാൽ മതി. ഇനി നമുക്ക് 2 ഫോൾഡർ ഉണ്ടാക്കാം. അതിന് mkdir എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ഫോൾഡർ 1ഉം ഫോൾഡർ 2ഉം നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഇനി LS അടിച്ച് ഫോൾഡർ 1ഉം 2ഉം കാണും. എന്നിട്ട് നമുക്ക് സിബ് ഫയലാക്കാൻ വേണ്ടി സിബ് നമുക്ക് വേണ്ട പേര് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ടെക്സ്റ്റ് ഡോട്ട് സിബ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് ഡോട്ട് സിബ് എന്ന് പറഞ്ഞൊരു ഫയൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫോൾഡർ റിമൂവ് ചെയ്യാൻ വേണ്ടി rmdir എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അൺസിബ് ചെയ്യണം. അതിന് നമ്മൾ ജസ്റ്റ് അൺസിബ് സ്പേസ് നമ്മുടെ ഫോൾഡറിൻ്റെ പേര്, അതായത് നമ്മുടെ സിബ് ഫയലിൻ്റെ പേര് എന്തായിരുന്നു, ടെസ്റ്റ് ഡോട്ട് സിബ് എന്നാണ്. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ രണ്ടും തിരിച്ച് ഇവിടെ അൺസിബായി വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹാക്കർ തീമായിട്ട് ഒരു മെട്രിക്സ് നമുക്ക് റൺ ചെയ്യാം. അതായത് നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരുമാതിരി ഗ്രീൻ ലൈൻസ് ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ കൂടെ വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി PKG ഇൻസ്റ്റാൾ മെട്രിക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. ഇതെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ഷോ ഒക്കെ കാണിക്കാം അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ല പച്ച കളറിൽ ഇങ്ങനെ പാർട്ടിക്കിൾസ് നമ്പേഴ്സ് എഴുതി വരുന്നത്. അതാണ് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഫോണിലൊക്കെ ഒന്ന് എവിടെയെങ്കിലും വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് PKG ഇൻസ്റ്റാൾഡ് മെട്രിക്സ് എന്ന് കൊടുക്കുക. ശേഷം ഇത് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് മെട്രിക്സ്. കുറച്ച് ടൈം എടുത്തു. ഇതിന് ശേഷം ജസ്റ്റ് മെട്രിക്സ് എന്ന് അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇതുപോലെ മഴ പെയ്യുന്ന കാണാൻ പറ്റും. ഇനി നമുക്ക് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ക്രോമിൽ ടൂളക്സ് GitHub എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ GitHub പേജിലേക്ക് വരിക. ഇതിൽ കോഡ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് ടെർമിനലിലേക്ക് തിരിച്ചു പോവാം. ഇനി ഗിറ്റ് ക്ലോണ് കോപ്പി ചെയ്തുകൊണ്ടുവന്ന് URL ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് LS അടിച്ച് നോക്കുക. ഞാൻ ഓൾറെഡി ടൂളക്സ് എന്ന് പറയുന്ന ടൂളിനുള്ളിലാണ് നിൽക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു റെക്കോർഡ് ചെയ്തു, അത് കിട്ടിയില്ല, ആ വീഡിയോ ഇൻകറക്റ്റായി പോയി. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്തോ. ഇവിടെ നമുക്ക് LS അടിച്ച് കഴിഞ്ഞാൽ ടൂളക്സ് എന്ന് കാണും. ഇനി നമുക്ക് ആ സെയിം ഡയറക്റ്റിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കമാൻഡ് തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ബാഷ് URL എന്ന് പറഞ്ഞിട്ടില്ലേ, അത് കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് കോപ്പി ആയിട്ട് ജസ്റ്റ് ടെർമിനലിലേക്ക് വരിക. ഇവിടെ നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാം. ഇത് ടൂളക്സ് എന്ന് പറഞ്ഞാൽ ടൂളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം. ഞാൻ ഓൾറെഡി ടൂളക്സിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് CD കൊടുത്ത് അതിനകത്ത് കയറായിരുന്നത്. ഇവിടെ ജസ്റ്റ് ഇത് കൊടുക്കുക. ഓക്കെ, ഈ ഇൻസ്റ്റാളേഷൻ അത്യാവശ്യം എനിക്ക് ടൈം എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ടൈം എടുത്തു. ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിടാം. ഇല്ലടാ, ഇത് നല്ല സ്ലോ ആണ്. കാരണം ഇതിപ്പോൾ ഇട്ടിട്ട് തന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് ഈ OCR റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഡിലേ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നാളെ വീഡിയോ ഇടാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് നമുക്ക് അടുത്ത ഏതൊരു വീഡിയോ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്കിനി എന്നാൽ സുഡോസോ എന്ന് പറഞ്ഞൊരു കമാൻഡ് നോക്കാം. സുഡോസോ എന്ന് പറഞ്ഞാൽ സ്വിച്ച് യൂസർ എന്നാണ്. അതായത് സ്വിച്ച് യൂസർ എന്ന് പറയുമ്പം SU ആണ് സ്വിച്ച് ചെയ്യുക, അതായത് സുഡോയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. ഇത് നോർമലി നമ്മുടെ ടെർമെക്സിൽ സംഭവം വർക്കാവത്തില്ലെങ്കിലും കാളി ലിനക്സിലൊക്കെ വർക്കാവും.
ഓക്കെ, ടെർമിക്സ് വർക്കാവത്തില്ല എന്നല്ല, വർക്കാവും. ബട്ട് അതിന് നമ്മൾ ഇതിനെ റൂട്ട് ചെയ്യണം. അതായത് നമ്മുടെ ആൻഡ്രോയിഡിനെ റൂട്ടഡ് ഡിവൈസ് ആക്കി മാറ്റണം. നമ്മുടെ മൊബൈൽ ഫോണിനെ റൂട്ടഡ് ഡിവൈസ് ആക്കണം. ബട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഫുള്ളി അടിച്ചു പോകും. അതായത് നിങ്ങളുടെ ഡയറക്റ്റ് നിങ്ങളുടെ ബോർഡിനെ അത് എഫക്റ്റ് ചെയ്യും. അത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. സോ റൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സുഡോസു എന്നുള്ള കമാൻഡ് ടെർമിക്സിൽ നമുക്ക് വർക്കാവുള്ളൂ. ഇത് യൂസറിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇപ്പം ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരാൾ റൂട്ടായിട്ടും ഒരാൾ നോർമൽ യൂസറുമാണെങ്കിൽ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. അതായത് എനിക്ക് എൻ്റെ ഇതിൽ നിന്നും എൻ്റെ യൂസർ ഐ ഡിയിൽ നിന്നും വേറെ ആൾ യൂസറായിട്ട് മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് സുഡോസു. സോ അത് ടെർമിക്സിൽ എന്തായാലും വർക്ക് ചെയ്യത്തില്ല. അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ടെർമിക്സ് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസ് റൂട്ട് ചെയ്തിട്ട് അതിൽ ലിനക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ബട്ട് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്തെങ്കിലും ഇപ്പോൾ അറിയത്തില്ലാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് അത് ഹാംഫുള്ളാണ്, ഡിവൈസ് അടിച്ചു പോവും. സോ റിസ്ക് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേക്ക് റൂട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റൂട്ടെന്ന് കാണിക്കും. സോ അതെല്ലായിടത്തൊന്നും വർക്കാവത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ വർക്കാവുമായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാണിക്കും. എടാ പിന്നെ വേറൊരു കാര്യം പറയട്ടെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് മാത്രം നോക്കാണ്ട് ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. സോ അതാണ് നിങ്ങളുടെ സ്കില്ല് ശരിക്കും. ഓക്കെ, സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കാണ്ട് നിങ്ങൾ എവിടെ എത്തത്തില്ല. സോ അത് എത്ര വലിയ അക്കാഡമി എവിടെയാണ് എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും റിസർച്ച് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്കില്ലെങ്കിൽ ഈ ഫീൽഡിലോട്ട് വരരുത്. സോ റിസർച്ച് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നമ്മൾ മാക്സിമം പറഞ്ഞു തരുന്നുണ്ട്. സോ അങ്ങനെ പോവുക.